വോയിസ് ഓഫ് ഹോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്റ്റഡി ടിപ്സിനെ കുറിച്ചാണ് അല്ലേ. അത് നമുക്ക് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ. പഠിക്കുന്ന മക്കളാണ്, അപ്പോൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കണം, എങ്ങനെ നമ്മുടെ സ്കോർ ബോർഡിൻ്റെ ലെവലും അതിൻ്റെ കൂട്ടാമെന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിടോ എണീറ്റ് പോകരുത്, മക്കളെ സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഓക്കെ, സിമ്പിൾ ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് വിചാരിക്കുക, ടേബിളുണ്ട് അല്ലേ. ഈ ഒരു ടേബിള് ഞാൻ പറയുവാണ്, ഈ ടേബിളൊന്ന് പൊക്കിയെടുത്ത് ഇവിടെ നിന്ന് ഇതിൻ്റെ താഴെ 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്, ഇത് 3-ാം നിലയാണ്, ഇതിൻ്റെ താഴെ കൊണ്ടിടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? ഓക്കെ, ഇതിന് ഭാരം കുറച്ചുണ്ട്. ഇതിനെ പൊക്കിയെടുത്ത് സ്റ്റെപ്പ് കടന്ന് താഴെ കൊണ്ടിടാൻ പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വിചാരിക്കണ എന്തായിരിക്കും? എൻ്റെ ദൈവമേ, സിസ്റ്ററിന് ഇതാണോ പറയാൻ തോന്നിയത്? ഇത് പറ്റത്തില്ല, ഇത് പാടാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നും അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾ അഥവാ സിസ്റ്ററിനോടുള്ള ഇഷ്ടം കാരണം, സ്നേഹം കാരണം നിങ്ങൾ ചെയ്യുമായിരിക്കും. വീണ്ടും വീണ്ടും സിസ്റ്റർ പറഞ്ഞാലോ, കാണുമ്പോഴൊക്കെ പറയുവാണ്, മക്കളെ ഈ ടേബിൾ കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടിട്, ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്, താഴെ ഇടുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഈ ഉടുപ്പിനെ കാണുമ്പം തന്നെ യൂട്ടേൺ എടുത്ത് പോകും അല്ലേ. അങ്ങനെയെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ തരാം, 1-2 കൂട്ടുകാരനെ തരാം, ഈ ടേബിൾ ഒന്ന് താഴത്തെ നിലയിൽ കൊണ്ട് വെക്കാവോ എന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ? ചെയ്യും അല്ലേ, സന്തോഷത്തോടെ. കാരണം കൂട്ടുകാരല്ലേ വരുന്നത്, നമ്മളെക്കാട്ടിലും മസിൽ പവർ ഉള്ളവർ കൂടെ വരുമ്പോൾ നമ്മളത് ചെയ്യും. ഇതുപോലെ ചിലർക്കൊക്കെ പഠനം ഭയങ്കര പാടാണ്, ഒറ്റയ്ക്ക് എത്ര പിടിച്ചാലും എത്ര ശ്രമിച്ചാലും സംഭവം വർക്കൗട്ട് ആകുന്നില്ല, മാർക്ക് വരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ ഒരാൾ വേണം. അപ്പോൾ ഒരു സ്റ്റഡി ടിപ്സിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വചനം വായിക്കണം. വചനം ഉദാഹരണത്തിന് ജ്ഞാനം 9, മക്കൾ എപ്പോഴും പഠിക്കുന്നതിന് മുമ്പൊക്കെ ആദ്യം വായിക്കേണ്ടത് ജ്ഞാനം. ഓക്കെ, അറിയില്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി, കാണിച്ചു തരും. ബൈബിളിൽ ജ്ഞാനം 9, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനമയച്ച് എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് തിരസ്കരിക്കരുതേ. ഒരു ക്യൂവിൽ ഏറ്റവും പുറകിൽ പോയി നിൽക്കാനാണോ ആഗ്രഹം, ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കാനാണോ ആഗ്രഹം? ഫ്രണ്ടിലല്ലേ, 4 പേര് കാണുന്നത്, ഫ്രണ്ടിൽ നിൽക്കണം. അപ്പോൾ അതുപോലെ ഫ്രണ്ടിൽ നിന്ന് മറ്റുള്ളവരാൽ ഒഴിവാക്കപ്പെടാതിരിക്കാൻ ആദ്യം ജ്ഞാനം സ്വർഗം തരാൻ വേണ്ടി ബൈബിളിലെ ജ്ഞാനം 9:4, 9:6, 9:10 ഈ തിരുവചനങ്ങളൊക്കെ ഭയങ്കര നമ്മളെ സഹായിക്കുന്ന വചനങ്ങളാണ്. ഈ വചനം പ്രാർത്ഥിച്ചിട്ട് വേണം ഐശ്വര്യമായിട്ട് ബുക്ക് തുറന്ന് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഒരു കോഡാണ്. ഓക്കെ, കോഡ് അത് ശ്രദ്ധിച്ച് കേട്ട് ആ കോഡ് ഓർത്തിരുന്നാൽ ബാക്കിയെല്ലാം സെറ്റായിക്കോളും. ഓക്കെ, ATM കാർഡ് അറിയാമല്ലോ, നമ്മൾ കാശൊക്കെ ബാങ്കിൽ നിന്ന് അമ്മ എടുക്കുന്ന കാണിച്ചു തരും, നിങ്ങൾ അറിയായിരിക്കും. ATMൻ്റെ സ്പെല്ലിംഗ് എന്താ? ATM അല്ലേ, ATM. ഓക്കെ, SSP. ഓക്കെ, SSP FS പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വിശ്വാസം. എന്നാ, എന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ എന്നെ സഹായിക്കും, ദൈവം എന്നെ പഠിപ്പിക്കും, ദൈവം തരും. ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നത് തരാൻ കെൽപ്പുള്ളത് എൻ്റെ ദൈവത്തിന് ആണ്, ദൈവം സഹായിക്കും. ഓക്കെ, അബ്രഹാമിൻ്റെ വിശ്വാസം പഠിച്ചോ? ഓക്കെ, എ മീൻസ് അബ്രഹാമിൻ്റെ വിശ്വാസം. അടുത്ത എന്ത് അക്ഷരമാണ്? ടി എന്ന് പറഞ്ഞത് ട്യൂഷൻ, ട്യൂട്ടർ ആകേണ്ടത് പരിശുദ്ധാത്മാവാണ് അല്ലേ. നമ്മൾ പല എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം, പ്രത്യേകതകൾ, പരിശുദ്ധാത്മാവ് ആരാണെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് വേണം. ആരും ഇല്ലെങ്കിലും, ഒരു കൂട്ടുകാരോ സഹായിക്കാനോ ആരും ഇല്ലെങ്കിലും മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൂടി പറയണം, എന്നെ ഒന്ന് പഠിപ്പിക്കാവോ പരിശുദ്ധാത്മാവേ, പ്ലീസ് എന്നിൽ നിറയണമേ, എന്നെ പഠിപ്പിക്കണമേ, എന്നെ ജ്വലിപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രാർത്ഥിക്കണം. അപ്പോൾ ബെസ്റ്റ് കോച്ചാരാണ്? പരിശുദ്ധാത്മാവ്. ബെസ്റ്റ് ട്രെയിനർ ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പം പഠിച്ചല്ലോ. അപ്പം എ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വിശ്വാസം, ദൈവം തരും, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം സമ്പന്നനാണ്. പഠിച്ചോ? രണ്ടാമത്തത് ട്യൂഷൻ എടുക്കേണ്ടത് ആരാ? പരിശുദ്ധാത്മാവ്. അടുത്ത അക്ഷരം എന്താ? എം എന്ന് പറയുമ്പോൾ മാലാഖമാരെയും വിശുദ്ധരെയും നമ്മുടെ പഠനം ഏൽപ്പിക്കണം. ഉദാഹരണം, നിങ്ങൾ എന്തൊക്കെ പഠിക്കും? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മലയാളം, അങ്ങനെ കുറേ വിഷയങ്ങൾ കാണും. ഈ വിഷയങ്ങൾ പാടനുസരിച്ച്, ഉദാഹരണത്തിന് മാത്സ് എനിക്ക് ഭയങ്കര പാടാണ്, അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്ന വിശുദ്ധനാരാ? ഉദാഹരണത്തിന് വിശുദ്ധ അന്തോണീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, അന്തോണീസെ എന്നെ ഒന്ന് കണക്ക് പഠിപ്പിക്കണേ, ഇത് ഞാൻ എത്ര ശ്രമിച്ചിട്ട് നടക്കണില്ല, ഇതിൽ മാർക്ക് കിട്ടണമെങ്കിൽ
ഒരു അത്ഭുതം നടക്കണം, എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് പറയണം. അടുത്ത വിഷയം ചിലപ്പോൾ അൽഫോൻസാമയെ കൊടുക്കുന്നു, മലയാളം ചിലപ്പോൾ ഇഗ്നേഷ്യസ് ലയോളയെ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ വിശുദ്ധർക്ക് അല്ലെ മാലാഖമാർക്ക് നിങ്ങൾ ഏൽപ്പിക്കുക പഠിപ്പിച്ചു തരാൻ. അപ്പം പഠിച്ചല്ലോ, ATM കഴിഞ്ഞു. യെസ് മീൻസ് സബ്ജക്റ്റിനെ സ്നേഹിക്കണം. ഒക്കെ ബെസ്റ്റായിട്ടുള്ളതാണ്. ഇഷ്ടമുള്ളത് നമ്മൾ വേഗം പഠിക്കും. വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ഇരിക്കാനേ ഇഷ്ടമില്ല. അതുപോലെ സബ്ജക്റ്റ് എടുക്കണതേ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഉദാഹരണത്തിന് ഇതൊരു സബ്ജക്റ്റാണെന്ന് വിചാരിച്ചോ, ഏത് വേണം, ഫിസിക്സ് എടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ പറയണം, ഫിസിക്സ് വലിയ ബ്രില്യൻസ് ആയിട്ടുള്ള ബുജീസുള്ള ആൾക്കാർ പഠിക്കുന്നതാണ് സബ്ജക്റ്റ്. ഫിസിക്സ് എനിക്കിഷ്ടമാണ്, ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറിനെ എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് സബ്ജക്റ്റ്, ഐ ലവ്. ഇങ്ങനെ 2 പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് വേണം വിഷയം എടുക്കാൻ. അപ്പോൾ കുറച്ച് പഠിച്ചു, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കണം, ലാ സംഭവം ഓക്കെ പഠിച്ചു, മിടുക്കി, സുനി ബ്രില്യൻറ്റ്, കൊള്ളാം. ഇങ്ങനെ 2 അപ്രീസിയേഷനും കൊടുക്കണം, സബ്ജക്റ്റിനെ സ്നേഹിക്കണം. അല്ലാതെ എൻ്റെ ദൈവമേ ഇത് എന്നാണ് ഇങ്ങ് വന്നത്, ഇതിനെ ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് മക്കൾ ചിന്തിക്കരുത്. സ്നേഹിക്കണം. ഓക്കെ, സ്നേഹിച്ച് പഠിക്കണം. അപ്പം യെസ് മീൻസ് സബ്ജക്റ്റ് സ്നേഹിക്കണം. ഇനി അടുത്ത യെസ് സ്ട്രാറ്റജി ഉപയോഗിക്കണം. ഉദാഹരണത്തിന് ഒരു SSൻ്റെ A4 സൈസ് പേപ്പറുണ്ട്. പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രിയിലൊക്കെ ഫോമുലാസ് വരുമല്ലോ. ഈ ഒരൊറ്റ പേപ്പറിൽ നിൽക്കണം നിങ്ങൾക്ക് ആ ടേമിൽ പഠിക്കേണ്ട എല്ലാ ഫോമുലാസും. ഓക്കെ, ഇതുപോലെ ഒറ്റ പേജിൽ എഴുതിയിട്ട് നമുക്ക് റൂമുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ വാതിലിലോ അമ്മയോടെയും പപ്പയോടെയും ചോദിച്ചിട്ട് വേണം ചെയ്യാൻ, ഇതുപോലെ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് നമ്മളിപ്പം വാതിലാണ് വെക്കണമെങ്കിൽ വാതിൽ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നമ്മൾ കാണുമല്ലോ. അപ്പം നമ്മൾ അറിയാതെ നോക്കുന്നു, നമ്മളൊന്ന് ആവർത്തിക്കുന്നു, പോകുന്നു, വീണ്ടും റൂം കുറ്റിയിടുമ്പം കാണുന്നു. അല്ലെങ്കിൽ എപ്പോഴും കണ്ണാടിയൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ആ കണ്ണാടിയുടെ അടുത്ത് ഇതിനെ സൈഡ് ചെറുതായിട്ട് ഇതിൻ്റെ ബിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്കി നോട്ട് കേട്ടിട്ടില്ലേ, ആ സ്റ്റിക്കി നോട്ടിൽ ഒട്ടിച്ചു വയ്ക്കുക. അത് പഠിച്ചു കഴിയുമ്പോൾ മാറ്റിയിട്ട് അടുത്തത് വയ്ക്കുക. ഓക്കെ, പഠിച്ചല്ലോ. ഇതാണ് ഫോമുലാസൊക്കെ പഠിക്കാനുള്ള എളുപ്പവഴി. ഇനി അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ റിവൈസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടീച്ചേഴ്സ് പലതവണ പറയുന്നത്. അപ്പോൾ ആവർത്തിച്ച് വായിക്കണം. ഉദാഹരണത്തിന് ഒരു സബ്ജക്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുവാണെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ ആവർത്തിച്ചിരിക്കണം. മറക്കരുത് മക്കളെ. കാരണം ചിലവർ നമുക്ക് ഉള്ള പ്രശ്നമാണ് മറക്കുന്നു പഠിക്കുന്നു. അങ്ങനെ ആകരുത്. മറക്കാതിരിക്കാൻ ഇന്ന് പഠിക്കുന്ന ആ ഫ്രഷ് സബ്ജക്റ്റ് 24 മണിക്കൂറിനുള്ളിൽ ആവർത്തിക്കണം. അടുത്തത് 1-2 ദിവസത്തിനുള്ളിൽ വീണ്ടും ആവർത്തിക്കണം. വീണ്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ ആവർത്തിക്കണം. ഇത് ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ ആവർത്തിച്ചാലാണ് മെമ്മറി എപ്പോഴും ഷാർപ്പായിരിക്കുന്നത്. പിടികിട്ടിയോ? ഇതുപോലെ പല സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കണം. അപ്പം 2 S കഴിഞ്ഞു. ഇനി പി എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഒക്കെ പോകുമ്പോൾ അല്ലെ പുറത്തൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ തല കാണിച്ചു കൊടുത്തിട്ട് പപ്പയും അമ്മയുടെ കൈയെടുത്ത് അവരുടെ തലയിൽ വെച്ചിട്ട് പറയണം, എന്നെ അനുഗ്രഹിക്കണം. ഓക്കെ, അപ്പോൾ P മീൻസ് പാരൻസ് ബ്ലെസ്സിങ്. അടുത്ത് F എന്ന് പറഞ്ഞാൽ ഫുഡിൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോണ സമയത്തൊക്കെ വയറ് നിറച്ച് കഴിക്കരുത്, ഓയിലി ഭക്ഷണം കഴിക്കരുത്. അതൊക്കെ നമ്മളെ പഠിപ്പിനെയൊക്കെ ബാധിക്കും. പിന്നെ അടുത്ത് വരുന്നത് സ്ലീപ്പ്. സമയത്തിന് ഉറങ്ങണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമുക്കൊക്കെ പിടികിട്ടിയല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്നാൽ സ്റ്റഡി ടിപ്സാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ വചനം പഠിച്ചു തുടങ്ങണം, ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് വേണം, അതായത് 9-ാം അധ്യായം പ്രാർത്ഥിച്ചിട്ട് വേണം പഠിക്കാൻ. പിന്നെ സിസ്റ്റർ ഒരു കോഡ് പറഞ്ഞു, ATM SSP F യെസ്. ഓക്കെ, A അബ്രഹാമിൻ്റെ വിശ്വാസം, T ട്യൂട്ടർ ആരാകേണ്ടത്? പരിശുദ്ധാത്മാവ്. M മാലാഖമാരെ വിശുദ്ധരെ നമ്മുടെ സബ്ജക്ട്സുകളെ ഏൽപ്പിക്കണം. അടുത്ത S സ്ട്രാറ്റജി ഉപയോഗിക്കണം, സബ്ജക്റ്റിനെ സ്നേഹിക്കണം. P പാരൻസിൻ്റെ ബ്ലെസ്സിങ് വാങ്ങണം. ലാസ്റ്റ് F ഫുഡ്, നല്ല ഫുഡ്. അമ്മയ്ക്കും പപ്പയോടും ചോദിച്ച് നല്ല ഫുഡ് കഴിക്കണം. യെസ് ഉറക്കം. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. പലപ്പോഴും നമുക്കത് നഷ്ടപ്പെടുന്നില്ലേ? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാറുണ്ടോ? കുറവല്ലേ? 1-2 മണിക്കൊക്കെ ഉറങ്ങിയാൽ പാവം നമുക്ക് ഉറക്കം ശരിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആവശ്യകതയുണ്ടോ, അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അതിനെപ്പറ്റിയാണ് കുറച്ച് സമയം ഈ ഏഞ്ചൽ ഓഫ് ഹോപ്പിൻ്റെ എപ്പിസോഡിലൂടെ നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. എത്ര മണിക്കൂർ ഉറങ്ങണം? 1 മണിക്കൂർ, 5 മണിക്കൂർ? കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു 7-8 മണിക്കൂർ ഉറങ്ങണം. ഉറക്കം
നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. അറിയാലോ, നമുക്ക് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂർ ഉപയോഗിക്കുമോ? നമ്മൾ കുറച്ച് സമയം അത് വെക്കും, അതിൻ്റെ ചാർജ് തീരും, നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് വെക്കും. ഇതുപോലെ നമ്മുടെ മൊബൈൽ പോലെയാണ്, നമ്മൾ കുറച്ച് സമയം ഷട്ട് ഡൗൺ ചെയ്തിടണം. അങ്ങനെ ഇട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരുന്നാൽ, രാവും പകലും രാത്രിയൊക്കെ പല പ്രോഗ്രാംസും ഗെയിംസൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആക്റ്റീവായിട്ടിരുന്നാൽ പ്രശ്നം എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമുക്ക് ഉറക്കത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ രോഗമാണ് ലിവർ ക്യാൻസർ. നമ്മൾ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന ശരീരത്തിലെ ചില ഭാഗങ്ങളുണ്ട്, പ്രധാനമായിട്ട് ബ്രെയിന്, ലിവർ നമ്മളിങ്ങനെ പീസ്ഫുള്ളായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ ലിവർ ഒന്ന് ആക്റ്റീവാകും, പുള്ളി പണിയെടുക്കാൻ തുടങ്ങും. നമ്മളെ സെൽസിനെയൊക്കെ റീജനറേറ്റ് ചെയ്യാൻ, ശുദ്ധരക്തവും അശുദ്ധരക്തവും തിരിക്കാൻ, അങ്ങനെ പല പരിപാടികളും ലിവർ നമ്മൾ ഉറങ്ങുമ്പം ചെയ്യും. അപ്പം നമ്മൾ ഉറങ്ങാതിരുന്നാലോ? പാവ ലിവറിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലാം ഡിലേ ആകും, സെൽസ് റീജനറേഷൻ കുറയും, ടോക്സിക്സ് കൂടും. ഓക്കെ, അപ്പോൾ ഇതിനെ വേർതിരിക്കാൻ പറ്റില്ല, ആകെപ്പാടെ പ്രശ്നമാകും. ഇത് 1 ദിവസമോ 2 ദിവസമാണോ സംഭവിക്കുന്നത്? ദിവസങ്ങളോളം നമ്മുടെ പാറ്റേൺ ഇങ്ങനെയായി മാറിയാൽ എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ ലിവറിന് 8ൻ്റെ പണിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോക്സിൻസ് കൊണ്ട് നിറയും, അവർക്ക് പണിയെടുക്കാൻ പറ്റില്ല, ക്രമേണ സെൽസ് എല്ലാം ഡൗൺ ആകും. അശുദ്ധ രക്തം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. അങ്ങനെ വന്ന് പ്രശ്നം പറ്റി പിന്നെ നമ്മൾ ലിവർ ക്യാൻസറുള്ള രോഗിയായി മാറും. ഹോസ്പിറ്റൽ ബില്ല് കൂടും, പ്രശ്നമാവില്ലേ? പിന്നെ നമ്മൾ ഉറങ്ങാൻ വിചാരിച്ചാലും നമുക്ക് ഉറക്കം വരില്ല. അങ്ങനത്തെ ഉള്ള അവസ്ഥയിലേക്ക് പോകണോ? വേണ്ട. ഇനി ഉറക്കം എന്താ നമുക്ക് തരുന്നത്? എന്ത് ബെനിഫിറ്റാണുള്ളത്? നമ്മളിങ്ങനെ വെറുതെ കിടന്ന് ഉറങ്ങിയാൽ എന്താ ചെയ്യാറ്? മക്കളെ, രാവിലെയുള്ള ഉറക്കമല്ല സിസ്റ്റർ പറയുന്നേ, ശ്രദ്ധിക്കണം. രാത്രിയുള്ള ഉറക്കത്തെ പറ്റിയാണ്. രാത്രി നമ്മൾ ജോലിയൊക്കെ ചെയ്ത് പഠിച്ച് തളർന്ന് നമ്മൾ ഉറങ്ങത്തില്ലേ, ഒരു 10 മണി 11 മണിക്കാകുമ്പോൾ അങ്ങ് ഉറങ്ങണം. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ സുഖനിദ്രയിലാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകും, നമ്മുടെ ടെമ്പറേച്ചറിനെ ഉറക്കം സ്വാധീനിക്കും. മാത്രമല്ല, ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും വേണോ? ഉറങ്ങണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മനസ്സിന് പ്രശ്നം പറ്റിയവർ, മാനസിക രോഗികൾ, അബ്നോർമൽ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ ടെൻഷൻ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാതിരുന്നാൽ മക്കളെ നമ്മുടെ ശരീരത്തിൻ്റെ തടി കൂടും, വെയിറ്റ് കൂടും. ഒക്കെ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് തടി കുറയ്ക്കാൻ. അപ്പോൾ വെറുതെ നമ്മൾ രാത്രി ഉറങ്ങിയാൽ നമ്മളെ തടി കുറയും, ഫാറ്റ് കുറയും, ഷുഗർ കൺട്രോളിൽ നമ്മുടെ കയ്യിലാകും, BP നമ്മുടെ കൺട്രോളിലാകും. ഇങ്ങനെ പല ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ ചെയ്യേണ്ടത്, രാത്രി പല പരിപാടികൾ കണ്ട് ഗെയിംസ് കളിച്ച് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായി നിർത്തരുത്. ഓക്കെ, ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്. പാവം ബ്രെയിനിന് യാഥാർത്ഥ്യം ഏതാണ്, അത് ഇമാജിൻ ചെയ്യുന്നത് ഏതാണെന്ന് അവർക്കറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, ഓക്കെ, ഇമാജിൻ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിൾ സിസ്റ്റർ പറഞ്ഞുതരാം. ഒരു പുളിമരം, ആ പുളിമരത്തിൽ സിസ്റ്റർ കുറേ പുളി പറിച്ച് ഇടിച്ച് കുറച്ച് ഉപ്പും ഇച്ചിരി മുളകും ഉള്ളിയും ഒക്കെ ഇട്ട് ചതച്ച് നിങ്ങളുടെ വായിലേക്ക് തന്നാൽ എന്താ വരുന്നത്? സലൈവ വരില്ലേ? സിസ്റ്ററിന് വന്ന് നിങ്ങൾക്ക് അങ്ങനെ വിശദീകരിക്കുമ്പം വരും, യഥാർത്ഥത്തിൽ പുളിയുണ്ടോ, പുളിമരം ഉണ്ടോ, ഉപ്പുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് ബ്രെയിനിന്. നമ്മളിങ്ങനെ ഒരു പരിപാടി കണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവാകും. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഇത് പകലാണ്, ഭയങ്കരമായിട്ട് അവൾ ആക്റ്റീവാകും. പിന്നെ നമുക്ക് ഉറക്കം കിടന്നാലോ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലോ സംഭവം വരില്ല. അതുകൊണ്ട് അപ്പോൾ സിസ്റ്റർ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. മിടുക്കരായിട്ട് ശരീരവും മനസ്സും ഒക്കെ ആരോഗ്യം വേണമെങ്കിൽ 1/2 മണിക്കൂർ മുമ്പ് ഇതുപോലെ മൊബൈൽ മാറ്റണം. നിങ്ങൾ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോകേണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന റൂമിൽ കൊണ്ടുപോയില്ല, പുറത്ത് വെച്ചേക്കണം. ചെയ്ത് വരുമ്പോൾ മക്കളെ ശരിയാകും. ഈ ചെറിയ സങ്കടം വലിയ സന്തോഷത്തിന് വഴിതെളിക്കും. ഓക്കെ, ഇത് ചെറിയ ദുഃഖമാണ്, പക്ഷേ നിങ്ങളത് ശീലിച്ചോ വലിയ സന്തോഷത്തിന് കാരണമാകും. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായി ഉറങ്ങണം. ഇനി രാവിലെ ഉറങ്ങരുത്. രാവിലെ വേണമെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ, അതിൽ കൂടുതൽ മക്കൾ രാവിലെ കിടന്ന് ഉറങ്ങരുത്. ഉറങ്ങിയാൽ നമ്മൾ കുടിച്ച് മദ്യപിച്ച് ലെക്ക് കെട്ട് നടക്കുന്നവരുടെ സ്വഭാവമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വരാതിരിക്കാൻ രാത്രി നന്നായി ഉറങ്ങണം. അങ്ങനെ ഉറങ്ങുമ്പോൾ നിങ്ങളെ പഠിക്കാനുള്ള ഒരു തീഷ്ണതയൊക്കെ കൂടി വരും. ഓക്കെ, അപ്പോൾ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
മിടുക്കന്മാരായിട്ട് ഉണർവും ഉഷാറും എനർജിയും ഉള്ള മക്കളായി മാറാൻ മക്കളെ നമുക്ക് ഉറങ്ങാം, വെറുതെ ഇരിക്കാം. ചാർജർ പ്ലഗ് ഇൻ ചെയ്ത് നമ്മൾ വെറുതെ അവിടെ വെച്ചിരിക്കുന്നത് പോലെ വണ്ടി സർവീസിന് കൊണ്ടുപോകുമ്പോൾ കുറേ നമ്മൾ ഇടത്തില്ലേ, ഒന്നും പണിയെടുക്കാതിരിക്കുക. അതുപോലെ ഇരട്ടി ശക്തിയോടെ വരാൻ വേണ്ടി ആവശ്യത്തിന് ഉറങ്ങണം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ പപ്പയോടോ അമ്മയോടോ ഒക്കെ മുതിർന്നവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഉറങ്ങി എണീക്കുമ്പോൾ രാവിലെ അല്ലേ, നമ്മളിങ്ങനെ കണ്ണൊക്കെ തിരുമ്മി കോട്ട് വായൊക്കെ ഇട്ട് നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മ ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കും അല്ലേ, പ്രാതലൊരുക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കാത്തിരിക്കും. അതുപോലെയാണ് സ്വർഗത്തിലെ അപ്പൻ നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ രാവിലെ എല്ലാം ഓട്ടമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് മടുത്ത് തളർന്ന് നമ്മൾ അവശരായിട്ട് വീട്ടിൽ വരുമ്പോൾ വീണ്ടും അമ്മ അത്താഴം ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കും. അതുപോലെയാണ് നമ്മുടെ ഈശോ. ഓക്കെ, പ്രാതലൊരുക്കിയും അത്താഴമൊരുക്കിയും നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നല്ലവനായ ഒരു ദൈവം. ഓക്കെ മക്കളെ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു വൈദികൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം കണ്ടിട്ടുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സിസ്റ്റർ കൊണ്ടുവന്നതാണ്, ആശീർവദിച്ചതല്ല, കടയിൽ നിന്ന് കവറിൽ നിന്ന് എടുത്ത അപ്പം. അപ്പോൾ വിചാരിക്കുക, ഒരു മിനിറ്റ് മുമ്പ് വൈദികൻ്റെ കയ്യിലിരുന്ന അപ്പം ആ മിനിറ്റിന് ശേഷം രൂപം മാറാതെ, വലിപ്പം മാറാതെ, ടേസ്റ്റ് മാറാതെ, ആകൃതി മാറാതെ അത് ദൈവത്തിൻ്റെ ശരീരമായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതല്ലേ? ഇതിനെക്കാട്ടിലും വലിയ അത്ഭുതം ലോകത്തിലുണ്ടോ? ഒരു വലിയ അപ്പൻ ഒരു നിസ്സാരമായ ഒരു കുഞ്ഞു ഒരു നല്ലൊരു ഫാൻ ഇട്ടാൽ എന്താ പറന്നു പോവും. അത്രയും ചെറു കാറ്റിൽ പറക്കാൻ പാകത്തിൽ ചെറുതായി ഈ അപ്പം. ഒരു കാര്യം ഓർക്കണം, ഈ ചെറിയ അപ്പത്തിന് വലിയൊരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കാനുള്ള ശക്തിയുണ്ട്, പവറുണ്ട്. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം വേറിട്ട് നിൽക്കുന്ന ദൈവമാണ് അല്ലേ. നിയമാവർത്തനം 4:7 നമ്മൾ കണ്ടിട്ടില്ലേ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ സമീപസ്ഥനാകുന്ന ദൈവം. ഇതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠ ജനതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അത്രമാത്രം പ്രിവിലേജ്ഡ് ആണ് നമ്മൾ അഭിമാനിക്കണം ഈശോ നമ്മുടെ അപ്പനായി അപ്പമായി കൂടെ ആയിരിക്കുന്നതിൽ. ഓക്കെ, അടുത്ത പ്രിയ മക്കളെ, നമ്മുടെ ഈ അപ്പം ഓക്കെ ഈ തിരുവോസ്തി പണ്ട് ആട്ടിടയന്മാർ ഓർമ്മയുണ്ടോ? ഡിസംബറിൽ നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ ഈശോയുടെ ജന്മദിനം. അപ്പോൾ ആട്ടിടയന്മാർ ഈശോ ജനിച്ചപ്പോൾ കാണാൻ വരുന്നു. അപ്പോൾ എന്നാ അവർ ഉണ്ണീശോയെ ദർശിച്ചു, കണ്ടു. അതുപോലെ ഇന്ന് വൈദികൻ്റെ കൈവെള്ളയ്ക്കിൽ ഇരിക്കുന്ന ആ ദൈവത്തെ നമ്മൾ കാണുന്നു. ഓക്കെ, നമ്മൾ ഏത് ജനറേഷനായാലും ഏത് പ്രായമായാലും നമ്മളും അതുപോലെ അന്ന് ആട്ടിടയന്മാർ കണ്ടതുപോലെ നമ്മളും കാണുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം, പൗരസ്ത്യ ദേശത്തിൽ നിന്ന് എത്ര പേരാ വന്നത്? 3 രാജാക്കന്മാർ അല്ലേ. ഈ 3 രാജാക്കന്മാർ വന്നപ്പോൾ പരിശുദ്ധ അമ്മ എന്ത് ചെയ്തായിരിക്കും? സാധാരണ അമ്മ കുഞ്ഞിനെ എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, അവർ ആരാധിച്ചു വണങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ വൈദികൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ തരുന്നില്ലേ, നമ്മുടെ നാവിൽ തരുന്നു അല്ലേ. നമ്മുടെ കയ്യിൽ ഇരിക്കാനും നമ്മുടെ നാവിൽ അലിയാൻ പാകത്തിൽ ക്രിസ്തു നമുക്ക് ദർശനമായി വരുന്നു അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നു, നമുക്ക് കൈവെള്ളയ്ക്കുള്ളിലാകുന്നു. അന്ന് അവരെടുത്തതുപോലെ നമ്മളും ഇന്ന് കയ്യിലെടുക്കുന്നു. ഓക്കെ, ഇനി ഈശോയെ എന്താ ചെയ്തു? ഈശോ വളർന്നു വലുതായി ആ പീഡാസഹനത്തിന് കുരിശിൽ മരിക്കുമ്പോൾ എന്താ മക്കളെ സംഭവിച്ചത്? കുരിശിലേക്ക് 2 മരക്കഷ്ണം ചേർത്ത് വെച്ച് ഈശോയെ ഉയർത്തി അല്ലേ. ആ ഈശോ നമ്മുടെ ദൈവം. അപ്പോൾ ഈശോ ഇങ്ങനെ കുരിശിൽ കിടക്കുമ്പോൾ എടുത്തു ഉയർത്തി. ഇതുപോലെ കണ്ടിട്ടില്ലേ വൈദികൻ നമുക്ക് വേണ്ടി ഇങ്ങനെ എടുത്തുയർത്തുന്നത് ഒക്കെ, ഇങ്ങനെ ഉയർത്തുന്നു അല്ലേ വൈദികൻ. അപ്പോൾ എന്നാ ചെയ്യണേ? ഈ നമ്മൾ കാണാൻ വേണ്ടി അന്ന് അവർ കണ്ടു, ഇന്ന് നമുക്ക് വേണ്ടി എടുത്തുയർത്തുന്നു. അപ്പം മക്കളെ, അതുകൊണ്ട് വൈദികൻ ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ എടുത്തുയർത്തുമ്പോൾ ഉടനെ നിങ്ങൾ താഴെ കുമ്പിടരുത്. നമ്മളെ കാണാൻ വേണ്ടിയാണ് വൈദികൻ എടുത്തുയർത്തുന്നത്. അപ്പം ഈശോയെ നോക്കണം, ഈശോയെ ആരാധിക്കണം. എന്നിട്ട് വൈദികൻ താഴ്ത്തുമ്പം നമ്മളും കുമ്പിട്ട് ആരാധിക്കണം. ഓക്കെ, ഇനി മുതൽ ചെയ്യൂലല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഈ കുരിശിൽ ഇങ്ങനെ മുകളിൽ കർത്താവ് കിടക്കുമ്പോൾ ചുറ്റും നിന്നവർക്ക് ഈശോ ക്ഷമിച്ചു അല്ലേ. ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ വൈദികൻ എടുത്തുയർത്തുമ്പോൾ ഈശോ ആണല്ലോ അല്ലേ, യഥാർത്ഥ ഈശോ ഒക്കെ, ജീവനുള്ള ഈശോ. അപ്പോൾ ഈശോ ചുറ്റും നിൽക്കുന്ന വിശ്വാസികളായ, വിശ്വാസത്തോടെ ആദരവോടെ നിൽക്കുന്ന നമ്മുടെ പാപങ്ങളും എടുത്തുയർത്തുന്ന ക്രിസ്തു
എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. ഓക്കെ, അതുപോലെ അപ്പോൾ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഇനി മുതൽ മക്കളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അലസമായി നിൽക്കരുത്. ഈശോയെ ചേർത്ത് പിടിക്കണം, ഈശോയെ വിശ്വസിക്കണം. ഇനി അഥവാ വിശ്വാസം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സിസ്റ്റർ ഒരു ടെക്നിക്ക് പറഞ്ഞേട്ടെ, ചെയ്യുക. പ്രോമിസ്? ഓക്കെ, പ്രോമിസ്. അതുണ്ടല്ലോ, നമുക്ക് സാധാരണഗതിയിൽ കുഞ്ഞുമക്കൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഉറക്കമായിരിക്കും, വരണ്ടെന്നുള്ള തോന്നലായിരിക്കും, ഒരു ഉഷാറൊന്നും കാണില്ല അല്ലേ? ഓക്കെ, എല്ലാവർക്കും അല്ല, ചിലവർക്കെങ്കിലും കാണും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു ഒരു ആവേശമൊന്നും വരാത്തവർ വിചാരിക്കണം, നിങ്ങളിങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമല്ലോ, ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പ് കയറിയായിരിക്കുമല്ലോ പള്ളിയിൽ പോകുന്നത്. അപ്പം വിചാരിക്കുക, ആ വലിയ വാതിലിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ വായോ, മക്കളെ വായോ, വാ, അമ്മയുണ്ട് കൂടെ എന്നിങ്ങനെ കാത്തു നിൽക്കുന്ന അമ്മയെ മനസ്സിൽ കാണണം. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ വിചാരിക്കാം, പരിശുദ്ധ അമ്മ കൈപിടിച്ച്, കുഞ്ഞി പിള്ളേരെ അമ്മമാരിങ്ങനെ കയറ്റി പപ്പയൊക്കെ കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ, അതുപോലെ അമ്മ കൈപിടിച്ച് എന്നെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഈ വിശുദ്ധ കുർബാന ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഭക്തിയോടെ കാണാൻ എന്നെ ഒന്ന് സഹായിക്കണേ, അല്ലേ? നമ്മുടെ അമ്മയല്ലേ, അമ്മ സഹായിക്കുക. അമ്മേരെ കൈപിടിച്ച് പോകണം, ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ആവേശത്തോടെ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ സെറ്റാക്കി തരും. ഓക്കെ, അപ്പം പ്രാർത്ഥിക്കണം. അപ്പം നമുക്കൊരു ആഗ്രഹം വരും. അപ്പോൾ ഇത് പഠിച്ചല്ലോ. ഇനി പിന്നെ ഒരു കാര്യം കൂടി മക്കൾക്ക് പറഞ്ഞു തരാം. ഇത് എന്തായിരിക്കും? കണ്ടിട്ടില്ലേ പള്ളിയിലെ വിശുദ്ധ ബലിക്കൊക്കെ ഉപയോഗിക്കണേ. അപ്പോൾ ഇതിന് ധൂപക്കുറ്റി എന്നാണ് പറയുന്നത്, അല്ലേ? എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ദിവ്യബലിയിൽ ഒത്തിരി പ്രതീകങ്ങളുണ്ട് കേട്ടോ, സൈൻസും സിമ്പിൾസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ധൂപക്കുറ്റി എന്നാണ് പറയണത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഇതിനൊരു പ്രതീകമാണ്, കണ്ടോ, ചങ്ങല. അപ്പോൾ ഈ 3 ചങ്ങല കാണിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഓക്കെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി അടുത്ത് ഇതിന് 2 തട്ടുകളുണ്ട്, മേൽത്തട്ടും താഴ്ത്തട്ടും. മേൽത്തട്ട് സ്വർഗം, താഴ്ത്തട്ട് ഭൂമി. പിടികിട്ടിയോ? ഇനി ഇതിനകത്ത് നമ്മൾ കുന്തിരിക്ക ഇടും അല്ലേ? ഈ കുന്തിരിക്കം കാണിക്കുന്നത് വിശ്വാസികളായ പാപികളായ നമ്മളാണ്. ഓക്കെ, ഇനി എന്നാ ചെയ്യണത്? ഇതിൽ കുറച്ച് കുന്തിരിക്ക ഇട്ടതിന് ശേഷം തീ കത്തിക്കും. അപ്പോൾ തീ കത്തിക്കുമ്പം നമ്മൾ പാപികളായ നമ്മളെ ജ്വലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്, അഗ്നിയല്ലേ? ആ കുന്തിരിക്കയിട്ട് കത്തിച്ച കനൽ കരിക്കട്ട തീക്കട്ടയായി മാറും തീയിടുമ്പോൾ, അത് പരിശുദ്ധാത്മാവ്. ഇനി കുന്തിരിക്ക ഇടുമ്പോൾ നല്ല പരിമളമായിരിക്കും അല്ലേ? ഈ പരിമളം വിശ്വാസികളുടെ പ്രാർത്ഥനകളാണ്. ഈ പരിമളം ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മളെ ഹൃദയവും ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് പൊങ്ങണം. ഓക്കെ, അപ്പോൾ അതാണ് ഇത് അർത്ഥമാക്കുന്നത്. പിന്നെ ഇതിന് 3 കാരണങ്ങളുണ്ട് ഇത് ഉപയോഗിക്കാൻ. 3 ടൈമിൽ ഉപയോഗിക്കുക, അതറിയാവോ? ഇപ്പോൾ ലത്തീൻ ക്രമത്തിൽ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ വരുമ്പോൾ ഉപയോഗിക്കും, സുവിശേഷ വായനയ്ക്ക് മുമ്പ് ഉപയോഗിക്കും, കാഴ്ചവെപ്പിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇത് 3 കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. 1 ദൈവത്തോടുള്ള ആദരവ്, 2 നമ്മുടെ വിശുദ്ധീകരണം, 3 നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയരുന്നു. അപ്പം പിടികിട്ടിയല്ലോ. അപ്പം മക്കളെ, വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി പോണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മനസ്സിലായല്ലോ. അന്ന് ഉണ്ണീശോ എടുക്കുന്ന പോലെയാണിത്, ഉണ്ണീശോയെ കണ്ടതുപോലെയാണ്, അനുഭവിച്ചതുപോലെയാണ് ഇന്നും നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹമില്ലെങ്കിൽ ആരോട് പറയണം? പരിശുദ്ധ അമ്മയോട് പറയണം. പുത്രനെ സ്നേഹിക്കാൻ, ആരാധിക്കാൻ പഠിപ്പിക്കണേ. 3-മത്തത് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇനി മുതൽ ധൂപിക്കുമ്പോൾ മക്കൾ ഓർത്തേക്കണം, ഈ കുഞ്ഞറിവ് അമ്മയ്ക്കും പപ്പയ്ക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കില്ലേ? നോക്കട്ടെ. അപ്പോൾ ഈശോ, ദിവ്യകാരുണ്യ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.